ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയനായ ക്ഷേത്രം തന്ത്രി ശ്രീ മന്ദുശാന്തി അവർക്ക് വളരെ വർഷത്തെ പരിചയമുള്ള മന്ദുശാന്തിയുടെ പിതാവ് കൂടിയായിരിക്കുന്ന ശാന്തികൾ മറ്റ് ശ്രേഷ്ഠരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഈ കുടുംബത്തിലുള്ള ഏകദേശം 40 വീട്ടുകാരെന്നാണ് എന്നോട് ക്ഷണിക്കാൻ വന്നപ്പോൾ പറഞ്ഞത്. അതൊരു വലിയ ഭാഗ്യമാണ്. കാര്യം അണുകുടുംബത്തിൽ 40 വീട്ടുകാരുണ്ടല്ലോ എന്നുള്ളതാണ് ഒരു ഭാഗ്യം. അവിചാരിതമായി മന്ദുശാന്തി വിളിച്ച് പറയുകയാണ് ഇങ്ങോട്ട് വരണം. അപ്പം ഞാൻ ശിവഗിരിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം വെച്ച് അങ്ങനെ പറഞ്ഞാൽ ഒഴിയാനും പറ്റില്ല. കാര്യം ആശ്രമത്തിലേക്ക് എല്ലാ കാര്യത്തിനും മന്ദുശാന്തി എത്തും. ഗുരുവാശാൻ വൈദിക സമിതിയായിട്ട് ഒരു നല്ല ബന്ധം എനിക്ക് എന്നുമുണ്ട്. അതുകൊണ്ട് അവിടുത്തെ പ്രസിഡന്റ് കൂടിയാണ് മന്ദുശാന്തി. അപ്പോൾ പറയുമ്പോൾ ഞാൻ അതിനെ ഒഴിവാക്കാൻ വരികയില്ല, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. എന്തായാലും ഒരു ക്ഷേത്രാങ്കണത്തിൽ നവീകരണം നടക്കുന്ന ഈ കാലയളവിൽ വരിക എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരു സുഹൃതം തന്നെയാണ്. കാര്യം അവിടെ നടക്കുന്ന കർമ്മങ്ങളൊക്കെ തന്നെ നമുക്കൊന്നും വ്യക്തമായിട്ടൊന്നും ധാരണയില്ലാത്തവരാണ്. എല്ലാ കർമ്മങ്ങളും അതിൻ്റെ അടിസ്ഥാന തത്വം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കിട്ടുന്നതിനുള്ള ഉപായങ്ങൾ തന്നെയാണ്. ഇപ്പം നടക്കുന്ന പ്രേത വേർപാടാണ്. ഇപ്പം നമ്മുടെ കുലത്തിൽ ജനിച്ച് വളർന്നിട്ടുള്ള ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ കാര്യം മരിക്കുമ്പം മനുഷ്യരെല്ലാവരും ഭയത്തോടു കൂടി ആ മരണത്തെ കൈവരിക്കുന്നു, അല്ലേ? ശരിയല്ലേ? ആലോചിച്ചൊന്ന് ആർക്കും മരിക്കാൻ താല്പര്യമില്ല. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇനി ജനനവും വേണ്ടെന്ന് എല്ലാവരും തീരുമാനിക്കും. അപ്പൊ ഭയമുള്ള ഒന്നിനെ ആ ഭയരഹിതമാക്കുന്ന കർമ്മ പദ്ധതിയാണ് നവീകരണം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ നിന്ന് ദൂരീകരിക്കേണ്ടതായിരിക്കുന്ന ചിന്തകളെ ദൂരീകരിക്കാൻ നവീകരണത്തിലൂടെ കഴിയും. അതിൽ ഓരോ കർമ്മത്തിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ സാന്നിധ്യം എങ്ങനെയായിരിക്കണം? ശാന്തമായിട്ട് ദേവിയോടുള്ള ഭക്തിയോടുകൂടി തന്നെ വന്നിരിക്കണം. ഞാനൊരാളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് അറിയും. കംസൻ. അറിയില്ലേ? കംസൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയും. കംസന് 2 ഭാര്യമാരുണ്ടായി. എത്ര പേരാണ്? ഒരാളുടെ പേരെന്താണെന്നറിയും? അസ്ഥി. എന്താണ് പേര്? അസ്ഥി. മറ്റൊരാളുടെ പേര് പ്രാപ്തി. അസ്ഥി എന്നും പ്രാപ്തി എന്നും 2 ഭാര്യമാർ ആർക്കുണ്ടായിരുന്നു? കംസൻ. അസ്ഥി എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞ ഉണ്ടെന്നാണ് ഉള്ളത്. പ്രാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് ചേരുന്നു. മനസ്സിലായി? ഒരാളിന്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് ആ 2 അർത്ഥം. ഏതൊക്കെയാ? എപ്പോഴും എനിക്ക് എല്ലാം ഉണ്ടായിരിക്കുകയും വേണം, എപ്പോഴും എല്ലാം എനിക്ക് വന്നു ചേരുകയും വേണം. ഉണ്ടായിരിക്കുക, വന്നു ചേരുക.
ഇങ്ങനെ ചിന്തിക്കുന്നവരെ പറയുന്ന പേരാണ്, എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാതെ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കണമെന്ന് പറയുന്നവരെ പേരാണ് അസുരൻ. നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് പതുക്കെ ഇരുന്ന് ആലോചിച്ചാൽ എൻ്റെ ഉള്ളില് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുക എല്ലാ വസ്തുക്കളും, അല്ലെങ്കിൽ വന്നു ചേർന്നുകൊണ്ടേയിരിക്കാനുള്ള ആഗ്രഹം, ഇത് രണ്ടും യഥാർത്ഥത്തിൽ ദൈവികതയിലേക്ക് പോകുന്ന ഒരു മനസ്സിന് പ്രതികൂലത സൃഷ്ടിക്കുന്ന ഒന്നാണ്. നമ്മുടെ ദോഷങ്ങളുടെ തുടക്കം നമ്മുടെ ചിന്തകളാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാൻ ശാന്തമായിട്ടിരിക്കുകയാണ് എന്ന് ഒരു വ്യക്തി പറയുന്നതിൻ്റെ അർത്ഥം അയാളുടെ വാക്കിലും പ്രവൃത്തിയിലും അത് പ്രതിഫലിക്കണം. ശാന്തി എന്നുള്ളൊരു ശബ്ദത്തില് പറയുന്ന വാക്കും പ്രവൃത്തിയിലും പ്രതിഫലിക്കുമ്പോഴാണ് ശാന്തി എന്ന് പറയുന്നത്. മനസ്സിലായി? ശാന്തി എന്ന് പറയും. ഇപ്പൊ നമ്മള് ദേവി എന്ന് പറയുമ്പോൾ ദേവിയുടെ പിതാവ് അല്ലെ ഭർത്താവ് എന്നൊക്കെ പറയുന്നത് ശിവനെയാണ്, അല്ലേ? ഇപ്പം ശ്രീ വിഷ്ണുമായ ക്ഷേത്രം, ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം, അല്ലെങ്കിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഇങ്ങനെ ക്ഷേത്രങ്ങളെയൊക്കെ ശ്രീ ചേർത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ശരിയല്ലേ? പക്ഷെ ഒരിക്കലും ശ്രീ ശിവക്ഷേത്രം എന്ന് പറയാറുണ്ടോ? എന്താ അതിന്റെ കാരണം? ശിവൻ എന്ന് പറയുന്നതിനകത്ത് തന്നെ സർവമംഗളങ്ങളെയും ഉണ്ടാക്കുന്നതാണ്. സർവമംഗള സ്വരൂപമാണ് ശിവൻ എന്ന് പറയുന്നത്. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ്. അവിടെ പിന്നൊരു ഐശ്വര്യത്തിന്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് ശിവക്ഷേത്രം എന്നുള്ളതിൻ്റെ കൂടെ എന്ത് ചേർക്കാത്തത്? ശ്രീ. ദേവിക്ക് പറയുന്ന പേര് നമ്മൾ പറയുന്നത് ശിവശക്തിയുക്ത എന്നാ പറയുന്നത്. ശിവനും ശക്തിയും കൂടെ ചേരുന്നതാണ് നമ്മുടെ ദേവീ സങ്കല്പങ്ങളെല്ലാം തന്നെ. ഒരു വീട് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും അവിടെ? ഭാര്യയും ഭർത്താവും, അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പറയുക? എന്താ ഞാൻ പറഞ്ഞത്? ഭാര്യയും ഭർത്താവും ഭാര്യയും എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഭാര്യ. എന്താ അതിന്റെ അർത്ഥം അറിയാമോ? ഒരു സ്ത്രീക്കുള്ള പ്രാധാന്യം അവിടെ എടുത്ത് കാണിക്കുക. സ്ത്രീ എപ്പോഴും പ്രാധാന്യത്തോടു കൂടിയതാണെന്ന് കാണിക്കാൻ നോക്കുക. ഏത് പേരിന്റെ അടുത്ത് വെച്ച് നോക്കിയാലും ഭാര്യയുടെയും ഭർത്താവിന്റെയും പേര് പറയുമ്പോഴുന്നിടത്തൊക്കെ തന്നെ പാർവതിയും പരമേശ്വരവും എന്നേ പറയുള്ളൂ. പാർവതിയും പരമേശ്വരവും. അപ്പൊ ശിവൻ എന്ന് പറയുന്നത് സർവമംഗളങ്ങളും ഉണ്ടാക്കുന്നതാണ്. ദേവി എന്ന് പറഞ്ഞാലും എന്താണ്? സർവമംഗള മംഗല്യം, എല്ലാ മംഗളങ്ങളെയും ഉണ്ടാക്കുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ദുഃഖങ്ങൾ വന്നു ചേരുന്നത്? അത് ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. എന്തുകൊണ്ടാണ് അത് വന്നു ചേരുന്നതെന്നുള്ളതിന്റെ ഒറ്റ കാരണം വേറെ ആരുമല്ല. ശരീരം ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ട്, അല്ലേ? എല്ലാവരുടെയും ശരീരം ഉണ്ടോ? ഇല്ലേ? അതിലാർക്കും സംശയമില്ലല്ലോ. ഇല്ല. എന്റെ ശരീരം, മനസ്സെവിടെ? മനസ്സ് ഇല്ലാത്തത് കൊണ്ടാണ് കർമാനുഷ്ഠാനങ്ങളിലൊക്കെ, ശ്രേഷ്ഠമായ കർമാനുഷ്ഠാനങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് ചേർന്നിട്ടും നമുക്ക് എന്തില്ലാത്തത്? അവിടെ നിന്ന് കിട്ടേണ്ട എനർജി നമുക്ക് കിട്ടാതെ പോകും. നിങ്ങൾ ആലോചിക്കുക, ഒരു ക്ഷേത്രം നിങ്ങൾക്കുള്ളത് ഭാഗ്യമാണ്. ആ ക്ഷേത്രത്തിൽ ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ നടത്തുമ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ഉണ്ടാകുന്ന ഐക്യതയും ഐശ്വര്യവും അനിർവചനീയമാണ്. ഒരു കുടുംബക്ഷേത്രം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാൻ കഴിഞ്ഞു.